സിത്താര, ഇവിടെ ഒരു കോമ്പറ്റീഷനിൽ പാടുന്ന ഒരു ഫീൽ ആയിരുന്നില്ല, ഒരു സ്റ്റേജ് ഷോ ഒക്കെ കാണുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. സൂപ്പർ. ശരിക്കും സിത്താരയുടെ ശരിക്കും ഒരു ഞങ്ങളെയൊക്കെ ഭയങ്കര ഇംപ്രസ് ചെയ്തൊരു കാര്യം സിത്താര ഓർക്കസ്ട്രയെ കോംപ്ലിമെന്റ് ചെയ്ത രീതി. ഇതൊക്കെ നേരത്തെ പ്രാക്ടീസ് ചെയ്തപ്പോൾ പ്ലാൻ ചെയ്തിരുന്നതാണോ അതോ? പ്രാക്ടീസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇപ്പം എല്ലാം വായിച്ചത് ഓൺ സ്പോട്ട് വായിച്ചത്. മൊത്തത്തിലൊരു ജാമിങ് ആയിരുന്നു എല്ലാരും കൂടിയിട്ട് അല്ലേ? എല്ലാരും അടിച്ചു പൊളിച്ചു ശരിക്കും. ഹൗ ഡു യു ഫീൽ പാടി കഴിഞ്ഞിട്ട്? പാട്ടിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് കുറച്ചും 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. അപ്പം ഞാൻ ഈ പാട്ട് ട്രൈ ചെയ്ത് തന്നെ ഒരുപാടായിട്ട് മെലഡി എന്നെ പാടിക്കൊണ്ടിരിക്കണല്ലോ എന്നല്ലാണ്ട് റിസ്ക് എടുത്ത് തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ, അപ്പം ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഓർ നോട്ട്. ജഡ്ജസിനോട് ചോദിക്കാം. ജാസിയേട്ടാ, ആദ്യമായിട്ട് ഇത് ദീദിയുടെ പാട്ടാണ്. കൊച്ചിനെന്ന് ഇടയ്ക്ക് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി ദീദിയാണ്. എവിടെ പോയാലോ ആ പേര് ആ പാട്ടിന്റെ കൂടെ പറയുന്നത്. ഇടയ്ക്ക് കൊച്ചിനെ ആലപ്പുഴ എന്നൊക്കെ പറയുന്നത് ഇടയ്ക്ക് വെറുതെ ഒരു രസത്തിന്. പാട്ടുകളെ മോളിപ്പോൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. രമ്പ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അല്ലേ ക്ഷീണിച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ കൊള്ളാമായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ട്രൈ നന്നായിട്ട് ഫീൽ ചെയ്തു. കാണാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. താങ്ക് യു. ചേച്ചി, സിത്താരയുടെ ഇതുവരെ കാണാത്തൊരു മുഖമാണ് ഇന്ന് കണ്ടത്. ചേച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ഇന്ന് പെർഫോം ചെയ്തത്. പിന്നെ സ്റ്റൈലും എനിക്കൊരു ഇത് ഇഷ്ടമായി. എനിക്കൊരു സംശയമുള്ള എന്താ അറിയാം, ചരണത്തിന്റെ സെക്കൻഡ് ലൈൻ വരുന്നില്ലേ? അത് ശരിക്കും അതല്ല ചേച്ചി, എനിക്ക് വേർഡ്സ് പെട്ടെന്ന് ഓർമ്മ വരാഞ്ഞു. അല്ല, വേർഡ്സ് അല്ല ഞാൻ പറഞ്ഞത്, നോട്ട്സാ പറഞ്ഞത്. വെറുതെ അല്ല, അത് എഴുതിയിട്ടുണ്ട്. 3rd ചരണത്തിൽ ലിറിക്സ് ഡൗട്ടായി എന്നുള്ളത് 3ാമത്തെ ചരണത്തിൽ തോന്നിയില്ലേ? മൂന്നാമത്തെയാണ് 2ാമത്തെയാണ്? അതെ, ഓരോരുത്തർ ഡൗട്ട് വന്നു. ഞാൻ ചോദിച്ചത് ഈ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് ആ നോട്ട് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ആണോ? അത് 2ാമത് ചെക്ക് ചെയ്തിരുന്നു. ഓക്കെ, എനിക്ക് അത് കേട്ടപ്പോഴത്തേ എന്നാണ് വരേണ്ടത് എനിക്ക് ഡൗട്ടായി. അതാ ഞാൻ ചോദിച്ചത്. അല്ല അല്ലേ? ഓക്കെ ഓക്കെ, അതെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആ പോർഷൻ 2 ചരണത്തിലും വന്നപ്പോൾ എനിക്ക് അത് അങ്ങനെ അല്ലയോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ദീപക്. സിത്താര സർ, റംബാഹോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം സിത്താര എടുത്ത് കേൾക്കുന്നത്. എന്തായാലും അതൊരു എന്തായാലും ട്രൈ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിത്താര ട്രൈ ചെയ്തത് ഒട്ടും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ പാട്ട് കുറച്ചും കൂടിയൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു പാടിയപ്പം. മെയിൻലി എന്താ വെച്ചാൽ ഈ അത് പാട്ടിന്റെ തന്നെ സ്ട്രക്ചർ അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മൊണോട്ടണസ് ആവുന്നുണ്ട്. സിത്താരയുടെ ഒരു അഫ്കോഴ്സ് ഗ്രാഫ് ഇസ് ഗോയിങ് അപ്പ് എന്നുള്ള ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പേ ഒരു പെർഫോമൻസ് കൊണ്ട് വന്നപ്പം ഒട്ടും തന്നെ ഇംപ്രസീവ് ആയിരുന്നില്ല. അതായിട്ട് നോക്കുകയാണെങ്കിൽ സൈൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആദ്യമായിട്ട് കണ്ടു തോന്നിയിട്ടുണ്ട്. That's a very good sign. I appreciate it. Thank you, sir. പിന്നെ ഡ്രസ് കോഡ് ഇസ് പെർഫെക്റ്റ്ലി സിത്താരയ്ക്ക് ശരിക്കും ചേരുന്ന രീതിയിലാണ്. മുമ്പേ ഒരിക്കൽ പെർഫോമൻസ് വന്നാൽ അപ്പോൾ അത് ചേരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ടുഡേ യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്. പിന്നെ ക്രൗഡ് ഇൻട്രാക്ഷൻ വാസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. അതായത് കൂടെയുള്ള മ്യൂസീഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ബാൻഡിൻ്റെ പേര് വിളിച്ചു ഓഡിയൻസിന്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് interacting and making them feel important. That's highly appreciated. Thank you, sir. Very good. പിന്നെ എനിക്ക് സിത്താര അങ്ങനെ വെള്ളി ആദ്യമായിട്ട് പാടി ഞാൻ കേട്ടു. സിത്താരയ്ക്ക് വെള്ളി വരും എന്ന് മനസ്സിലായി. അതൊക്കെ ഇനി ശ്രദ്ധിക്കാതെ അവസാനമൊക്കെ ആകുമ്പോൾ പിന്നെ മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, മൊണോട്ടണസ് ആയി അവസാനം അത് ശരിക്കും സ്ട്രെയിൻ ഫീൽ ചെയ്തു. ഈ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാനത് അങ്ങനെയൊക്കെ ചീത്ത കേൾക്കേണ്ടി വരും പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൊണ്ടുവന്നു. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതിൽ മാക്സിമം ജസ്റ്റിഫൈ ചെയ്യാൻ ഇനിയും ശ്രമിക്കാം. കഴിഞ്ഞതായിട്ട് നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഈ പാട്ടിന് വേണ്ടുന്നത് ഇപ്പോഴും ആയിട്ടില്ല. പിന്നെ ഈ കൂട്ടത്തിൽ ഡ്രമേഴ്സ്, all of you have done an excellent job. Very good. Pitching of course ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നു.
അവിടെ ആദ്യത്തെ പ്രാവശ്യം പാടിയപ്പോൾ അത് എത്തിയിരുന്നില്ല. തേർഡ് ചരണമൊക്കെ പാടുമ്പോൾ ഓക്കെ ആയിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബവ് ആവറേജ്. ഐ അപ്രീഷിയേറ്റ് ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്ത് അത് ട്രൈ ചെയ്ത് ഒരളവ് വരെ സക്സസ്ഫുൾ ആയത്. ഐ അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. സിത്താരയുടെ പെർഫോമൻസിന് എത്ര മാർക്ക് കിട്ടി നമുക്കറിയാം. ജാസ് 8 out of 30. 22. താങ്ക് യു സർ. 22 out of 30. ചിത്രേച്ചി out of 40. 32. 32 out of 40. ദീപക് 22. താങ്ക് യു. 22 again. സിത്താരയ്ക്ക് ഹിന്ദി ഓൾ സോങ്സ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 76 മാർക്സ്.